ഹായ് ഗൈസ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നെന്റെ നൻപൻ സുഹൈലിന്റെ കല്യാണം. അപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഒരു എക്സൈറ്റ്മെന്റ് കൂടുതലാണ് അവന്റെ കല്യാണത്തിന്. അപ്പൊ ഇന്നത്തെ പരിപാടി കല്യാണമാണ്. അപ്പൊ ഒന്ന് കണ്ടു നോക്കാം എന്താ പരിപാടി എന്നൊക്കെ. ഓക്കെ. അപ്പൊ ചെറുക്കനെ ഒരുക്കാൻ വേണ്ടി ഞാൻ രാവിലെ അൽത്തുനെ പിക്കാൻ വേണ്ടി വന്നേട്ടാ. അപ്പൊ ഈ വന്നത് അൽത്തുന്റെ ചേട്ടനാണ് ആഷിക്കാക്ക. നമുക്കൊക്കെ ചെറുപ്പം തൊട്ട് അറിയാവുന്ന ഒരു സാധനമാണ്. ഇവൻ കൊച്ചിയായിട്ട് വന്നേക്കണം ഗൈസ്. അപ്പൊ എന്താ ചെയ്യാ, ആഷിഖാനൊക്കെ എടുത്ത് ലത്തുഫി കൊച്ചിനെ പെണ്ണുമ്പിള്ളന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവൻ നൈസായിട്ട് ഇങ്ങനെ മാസം കാണിച്ചൊക്കെ നടന്നു തുടങ്ങിയിട്ടാ. നമ്മ നേരെ സുഹൈലിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇനി ഒരുക്കത്തിനുള്ള പരിപാടിയൊക്കെ ആയതുകൊണ്ട് അത് രാവിലെ ഒരു ഏകദേശം ഒരു 9 മണി ആ ടൈമിലാണ് നമ്മൾ ചെല്ലുന്നത്. ചെന്ന് കയറിയപ്പോൾ തന്നെ മണവളച്ചക്കൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, നല്ല നെക്കഡ് ബോഡിയൊക്കെ ആയിട്ട്. തൊട്ടപ്പുറം പോയി തന്നെ തന്ത. അങ്ങനെ ഡ്രസ്സ് ഡീക്കൽ പരിപാടിയിലേക്ക് നമ്മൾ ആരംഭിച്ചിട്ടാ. നമ്മൾ കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പരിപാടി തുടങ്ങി. ഏകദേശം ഡ്രസ്സ് ഇടൽ പരിപാടിയൊക്കെ നമ്മൾ നൈസായിട്ട് തീർത്ത് ആ ടൈമിൽ തന്നെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പിള്ളേരെത്തി. ആ ടൈമിൽ അവരെ നമ്മൾ നേരെ ഫ്രീ ആക്കി വിട്ട് റൂമിലേക്ക്. അതിനുശേഷം നമ്മൾ അടുത്ത റെസ്റ്റിങ്ങിലുള്ള പരിപാടിയാണ്, അതായത് നമ്മുടെ ഫുഡ് ഡി. അപ്പോൾ ഫുഡിനുള്ള ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡും ബീഫും, നാടൻ ബീഫ് കറിയും നല്ല ഏതോ കടയിലെ ബ്രെഡും. അങ്ങനെ അതൊക്കെ നമ്മൾ പള്ളയിലാക്കി കഴിഞ്ഞ് നമ്മൾ നേരെ ചെക്കനൊന്ന് കാണാൻ വേണ്ടി പോയി. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പിടിക്കലാണ്. കാരണം കുളിക്കണം, നിക്കാഹിനൊക്കെ പോകണം എന്നുള്ള സെറ്റപ്പാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പടിയായി. വീണ്ടും ബ്രോന്റെ അടുത്ത് പിന്നെ ഞാൻ തന്നെ. അതെ. അപ്പൊ നിക്കാഹിന് പോണമ്മ. നിക്കാഹിന് പോണ അവിടെയല്ല, കൻവത്തിപ്പള്ളിയിലാണ്. ആ, മൈദീൻ പള്ളിയിലാണ്. ബാക്കി അവിടെ ചെന്നിട്ടാണ് ബ്രോ സ്റ്റൈല് നോക്കട്ടെ. ഒരുത്തനെ വെയിറ്റ് ചെയ്യാനുണ്ട. ഇതിനൊക്കെ പോകണല്ല, കാറിൽ പോലെന്ന് വിളിച്ചിട്ട് ഒരു പയ്യൻ കാറായിട്ട് കാണില്ല, കുറെ നേരമായി വെയിറ്റ് ചെയ്യണം. ഇവനെ ശ്രദ്ധിച്ചോട്ടെ, ഈ അൽത്തുൻ്റെ അപ്പുറം നിൽക്കണോനെ. എൻ്റെ എല്ലാ വീഡിയോയിലും മുഖം മാറ്റി കളിക്കലായിരുന്നു ഇവൻ്റെ പരിപാടി. എവിടാ കാറെവിടെ? ആറെവിടെ? ആറെവിടെ? ഒരു ആ നേരത്തെ വീഡിയോ ഉണ്ടല്ലോ. ഇവൻ പിന്നെ മുഖം മാറ്റി. അതൊക്കെ പോട്ടെ, കാറുകാരനെത്തി. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു മക്കളെ. കറക്റ്റ് സമയത്ത് നമ്മ നിക്കാതിന് വേണ്ടി ഇറങ്ങി. ഒറ്റ എടുത്താണ് തലമ്പാക്കിയത്. അപ്പൊ നൈസായിട്ട് നിക്കാതിന്റെ കാര്യം തീരുമാനായി. കൃത്യനിഷ്ഠത കൂടുതൽ ഇവനാണ്ടാ. ആരാണാ വൈകിയത്? ബാക്കി ഹാളിൽ ചെന്നിട്ട് ഇനി ഹാളിലാണ് പരിപാടി. നമുക്കവിടെ എത്താൻ പറ്റില്ല കേസ്. അതിൻ്റെ ടൈമിൽ തന്നെ അവിടെ നിൽക്കുക കഴിഞ്ഞിരുന്നു. അപ്പം എൻ്റെ ഒരു കമ്പനിക്കാരൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ്റെ നൈസായിട്ട് വീഡിയോ ക്ലിപ്സൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്സാണ് ഞാൻ ഈ കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഹാളിലേക്ക് എത്തിയപ്പോൾ കുറച്ച് വായക്കിടക്കേണ്ട കേൾക്കണ്ടേക്ക് വന്നു. കാരണം സ്വന്തം കൂട്ടുകാരനാണല്ലോ, ആ ടൈമിൽ എത്താൻ പറ്റില്ലാത്തതിനെ കുറിച്ചുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ മൈൻഡാക്കിയില്ല. അതിൻ്റെ ഇടയിലുണ്ടല്ല റിസ്വാനിക്കൊരു പ്ലോട്ട് ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഇതേ കണ്ടോട്ടോ. ഇത് കഴിഞ്ഞിട്ട് അരവിന്ദിന്റെ മാർക്കുണ്ട്. മുഖം മറച്ചിക്കണല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് വരാട്ടാ. അടുത്ത ഞായറാഴ്ച കല്യാണം കാണിച്ചല്ലോ. കല്യാണം അതിൻ്റെ വഴിക്ക് കിടക്കുന്നു വിചാരിച്ചപ്പോൾ നമ്മുടെ മെയിൻ സാധനം, അതായത് ഫുഡ് അടി, അത് വിട്ടൊരു നമുക്കൊരു കളിയിലല്ല. നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി മേളിലേക്ക് ഫസ്റ്റ് തന്നെ പോയിരുന്നിട്ടാ. പിന്നെ ഉള്ള പരിപാടി ഫുഡ് അടിയായിരുന്നു. അപ്പോൾ അതിനിടയിൽ സജ്ജാദ് ലേറ്റ് ആയൊരു കഥ. എന്നും ലേറ്റ് ആണ്. എന്താ ലേറ്റിന്റെ കാര്യം പറ. എന്നിട്ടും 10 മിനിറ്റ് എന്റെ തെളിവുണ്ട്. അവിടെ വിളിച്ചു കഴിഞ്ഞാൽ തെളിവുണ്ട്. കാണും, നിങ്ങൾ കാണും. അവൻ ഓരോ ടൈമിന് വിളിക്കുമ്പോഴും ഇപ്പൊ വരാം അവൻ ഡ്രസ്സ് മാറണേന്നാണ് എന്നോട് പറഞ്ഞത്. അവൻ അവിടെ ഇരിക്കുന്നത്, അത് അവനോട് തന്നെ ചോദിക്കുന്നത് എന്ത് ചെയ്യുന്നില്ല. എവിടെ സായിലേ, നീ എന്ത് ചെയ്യണായിരുന്നു?
നീ എന്തേണായിരുന്നു അന്ന് എന്നോട് എന്താ പറഞ്ഞ എന്താണ് എന്നെ ചർച്ച തന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ ഒന്ന് വിശ്രമിക്കാൻ വന്നപ്പോൾ യാസീൻ നമ്മുടെ ഇന്നലത്തെ മൈലാഞ്ചി ക്ലിപ്സൊക്കെ ഒന്ന് കാണിച്ചു ഇരുന്നിട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ടൊക്കെ ചുമ്മാ ജസ്റ്റ് കാഷ്വൽ ടോക്കൊക്കെ ഉണ്ട്. അതായത് പരദൂഷണം അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെയൊക്കെ സന്ദർഭങ്ങളൊക്കെ വലിയ കല്യാണം മരിപ്പൊക്കെ വന്നാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഈ മെയിൻ ആൾക്കാരൊന്നും ഒരു പരിപാടിക്ക് എവിടെയും കിട്ടൂല. കാരണം സാധാരണ മെയിൻ ദിവസങ്ങൾക്കൊന്നും ഇത്രയും പരിപാടിക്ക് ആളെയും കിട്ടാറില്ല. അങ്ങനത്തെ കാലഘട്ടമായി ഇപ്പോൾ എല്ലാവരും ബിസി ടൈംസ് അങ്ങനത്തെയൊക്കെ മൂടാണ്. ഇവൻ പിന്നെ വന്നോ പോട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെയുള്ള പരിപാടികളാണ്. എൻ്റെ ബ്രോ ഇടയിൽ മെയിൻ ആവുന്നുണ്ട് കേട്ടോ, അതാരും വിട്ടു പോകരുത്. പിന്നെ അതെ ഇവന്മാരുണ്ടെങ്കിലും ഒന്നിച്ചറിയാലോ ബ്ലാസ്റ്റ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹൈസിൻ കുട്ടനും ലാലാപ്പിയൊക്കെ നല്ലോണം കളിയായിരുന്നു. അവർ നല്ല എൻജോയ്മെൻ്റൊക്കെ ചെയ്തു. കാരണം എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ലൈഫാണല്ലോ ഇപ്പം. അതുകൊണ്ട് അവരവരുടെ ലൈഫായിട്ട് അവരിങ്ങനെ എൻജോയ് ചെയ്യുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ട് സായിൻ്റെ വീട്ടിലേക്കാണ് പോയത്. കാരണം ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ അധികം നാളൊന്നുമല്ല 2-3 ദിവസം പിടിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ പഠിച്ചത്. അപ്പോൾ സായിലും നമുക്ക് ചായയും പരിപ്പോടെയൊക്കെ ഉണ്ടാക്കി തോന്നാം. അതൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്ത് ഇങ്ങനെ ആയിരുന്നു. അങ്ങനെ ഒടുവിൽ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞു നല്ല ക്ഷീണത്തിലിരിക്കുകയാണ്. ഒടുവിൽ വീട്ടിലേക്ക് എത്തി നല്ല ഫ്രഷൊക്കെ ആയി നിന്നപ്പോൾ അതേ കണ്ണടഞ്ഞ മുമ്പിൽ നൗഷിൻ്റെ ഫിറ്റ് ചെക്ക്. എന്നാൽ പിന്നെ ഞാനും കൂടെ ജോയിൻ ചെയ്യാമെന്ന് കരുതി നമ്മളങ്ങനെ നമ്മുടെ ഫിറ്റൊക്കെ ചെക്ക് ചെയ്തു. ഓക്കെ ആണെന്ന് പറഞ്ഞു. നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് ഹാളിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ഡാൻസിലേക്ക് ഇറങ്ങിയിട്ടാ. 1-2 ദിവസം മുമ്പ് മാത്രം പഠിച്ചൊരു ഡാൻസ് ആയിരുന്നു നമുക്ക് കളിച്ചുകൊണ്ടിരുന്നത്. ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഇല്ല. ഫുൾ വീഡിയോ ഞാൻ എന്തായാലും മെയിനായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ നെക്സ്റ്റ് ഡേയ്സിൽ തന്നെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ എനിക്ക് റോൾ ഇട്ടാൻ പറ്റിയ ടൈമിലൊക്കെ ഞാൻ റോൾ ഇട്ടിട്ട് സ്റ്റേജിൽ ഒറ്റ കിടന്നൊക്കെ ഡാൻസൊക്കെ കളിച്ചു. കാരണം എൻ്റെ കൂട്ടുകാരനല്ലേ ആണോ, ഞാൻ ഒന്നും നോക്കിയില്ല. കാരണം പണ്ടൊക്കെ പറയുമായിരുന്നില്ല എടാ അങ്ങനെയൊക്കെ എനിക്ക് നാണോമാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എനിക്ക് പെണ്ണൊക്കെ കിട്ടിയതല്ലോ, ഇനി അതൊന്നും ഞാൻ നോക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ ലൈഫായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. നല്ല ഗ്രൗണ്ട് സപ്പോർട്ടായിരുന്നു, അതുകൊണ്ട് നല്ല എനർജിയും കിട്ടി. അപ്പൊ വ്ലോഗൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ പോയിട്ടുണ്ട്. പരിപാടി എങ്ങനെ ഉണ്ടായി? സൂപ്പറായിരുന്നു. അപ്പൊ അടുത്ത ആഴ്ച ബ്രോ പരിപാടി എന്നടാ മൊട്ടൈത്തലയാ പെരിയ ഗൗഡായാ നീ. ജയ് ജയ് ഗൗഡാജി ജയ്. അങ്ങനെ റിസപ്ഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി ഫ്രഷൊക്കെ ആയിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിച്ച് ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുണ്ട സുഹൈലിനൊന്ന് സർപ്രൈസ് ആക്കാനായിട്ട്. അപ്പോൾ ഇനി അതിൻ്റെ പേര് അപ്പോൾ അവിടെ എത്തിയിട്ടാണ്. എന്താ പരിപാടി സുഖു? സൗണ്ടൊക്കെ മാറിണ്ടല്ലോ, ഉറക്കപ്പണിരിക്കണല്ലേ. അപ്പൊ വീഡിയോയുടെ വയലാണ് ഈ പക്ഷേ അതാണ് ജസ്റ്റ് മാരീഡ് ക്യാമറമാൻ ബ്ലോഗർ അവിടെ ഹാർട്ട് ചിഹ്നം കണ്ടപ്പോ ഞാൻ ചോദിച്ചു ഇങ്ങനെ നീ സെറ്റ് ചെയ്തതാന്ന് വെച്ചു. പോകാൻ പറയുന്നത് അല്ല, എന്റെ ഹാർട്ടിന് പറന്നു. ഇതാണ് പറന്നുന്നിരുന്ന സാധനമാണ് അല്ലേ ഹാർട്ടീന്ന്. നിന്റെ ഇത്രയും വലിയ ഹാർട്ടാണ് കണ്ണ. Big heart, big dreams. ബാപ്പില്ലേ അപ്പളി
ആ തുടങ്ങിക്കോ. അപ്പുറം മീശയിലൊക്കെ നല്ല ഭംഗിയായിട്ട് കേക്കൊക്കെ മുറിച്ച് എൻ്റെ പരിപാടി നൈസായിട്ട് നിന്ന് അവൻ്റെ വീട്ടുകാർ നമ്മളെ നല്ല രീതിക്ക് സൽക്കരിച്ച്. കാരണം അടി കിട്ടേണ്ട കേസായിരുന്നു. കാരണം ഈ 12:30 സമയത്തൊക്കെ വീട്ടിൽ കയറി ചെല്ലാന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ എന്നാലും നോക്കില്ല, നല്ല രീതിക്ക് നോക്കി നല്ല അരിപ്പത്തിരിയും ബീഫും വെള്ളയപ്പവും ഇടിയപ്പവും ജ്യൂസും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നല്ല രീതിക്ക് എല്ലാവരും കഴിച്ച് നല്ല നല്ല രസമായിരുന്നു ആ പരിപാടിയൊക്കെ. പിന്നെ അടുത്ത പരിപാടി നമ്മൾ നേരെ ഒന്ന് ബീച്ചിലേക്ക് ഒന്ന് നൈസായിട്ട് റൗണ്ടൊക്കെ അടിക്കാൻ വിട്ട്. നെക്സ്റ്റ് സൺഡേ സജാദിൻ്റെ പരിപാടിയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും കൂടെ ഉണ്ട്. പിന്നെ ആഷിമ് സുഹൈലിൻ്റെ പരിപാടിക്ക് അത് റിസപ്ഷൻ്റെ ടൈമിൽ 7 മണിക്കാണ് ഹാളിലേക്ക് എത്തണത് കേട്ടോ, ദുബായിൽ നിന്ന്. അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ടായിരുന്നു. കാരണം കുറേ നാൾക്ക് ശേഷം എല്ലാവരും കാണുന്നതുമാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്താ പറഞ്ഞത്, നമ്മൾ ഓരോ കിട്ടുന്ന ചാൻസും ഓരോ മൂമെൻറ്റ്സും ആരും ഒന്നും മിസ് ചെയ്യരുത്. നമ്മൾ അതെന്നും നമ്മുടെ മനസ്സിൽ നമുക്കൊരു ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി ആയിരിക്കണം കേട്ടോ അത്. ഇപ്പൊ ഫോർട്ട് കൊച്ചിയിലാണ് പരിപാടി കഴിഞ്ഞ് ഇന്നത്തെ. ഇന്നിപ്പോ സമയം ഇപ്പൊ ഏകദേശം 2:30-3 മണിയൊക്കെ ആയി. ഇന്നിപ്പോ ഉറക്കമാണ് പരിപാടി മെയിനായിട്ട്. അല്ലെ, ഉറക്കമല്ലേ നമുക്കിനി. സൗണ്ടൊക്കെ പോയിരിക്കും. നേരെ വീട്ടിലേക്ക് അല്ലേ, അതെ ടൈമായി. ബാക്കി വീഡിയോ അതെ ഗൾഫിൽ വന്നിട്ട് പോയി കല്യാണം കൂടാൻ വേണ്ടി ഗൾഫിൽ വന്നേക്കാണ് പയ്യെ. നിന്റെ എൻഗേജ്മെന്റ് എപ്പോഴാണ് അറിയില്ല. അപ്പൊ ഇനി അടുത്ത സൺഡേ സജാദിന്റെ പരിപാടിക്കാണ്. ഫുൾ ബിസി വീക്കാണ് അല്ലേ.